ഹായ്, ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് നിസ്രിൻ. ഞങ്ങൾ 1999 ആ ഒരു 2000 ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ വിക്ടോറിയ കോളേജിൽ പാലക്കാട് ഒരുമിച്ച് പഠിച്ചിരുന്നതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലേഡീസിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ കാലം കഴിഞ്ഞ് ഒരുമിച്ച് കണ്ടുമുട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പുരുഷന്മാരൊക്കെ അവരവരുടെ സ്ഥലങ്ങളിലാവുന്നതുകൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ട്സിനൊന്നും ആർക്കും മിസ് ചെയ്യില്ല, എപ്പോഴും കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ലേഡീസിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് കാണലും ഇതുപോലെ കൂടി യാത്ര ചെയ്യലൊക്കെ ഒരിക്കലും നമുക്ക് സാധ്യമാവില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ ഭാഗ്യവശാൽ ഞങ്ങൾ റൂംമേറ്റ്സ് ആയിട്ടുള്ള നിസ്രിൻ അതുപോലെ ലെക്സിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 3 പേര് വിവാഹം കഴിഞ്ഞ് വന്നത് ഏകദേശം ഒരു 10-20 കിലോമീറ്ററിൻ്റെ ചുറ്റളവിൻ്റെ ഉള്ളിലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനും കാണാനൊക്കെ പറ്റി. പക്ഷേ ഇപ്പോൾ ലെക്സി വീട് വെച്ചിരിക്കുന്നത് കണ്ണമ്പ്ര എന്ന് പറഞ്ഞ വടക്കഞ്ചേരി സ്ഥലത്താണ്. ആൾ ഓസ്ട്രേലിയക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ശരിക്കും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു നിമിഷമാണ് കേട്ടോ. കാരണം ലേഡീസിനെ സംബന്ധിച്ച് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവരുടേതായിട്ടുള്ള എല്ലാ ആളുകളും മാറ്റി നിർത്തപ്പെട്ട് മറ്റൊരു ചുറ്റുപാടിലേക്ക് വരികയും അവിടെ താമസിക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് നമുക്കൊക്കെ ഉള്ളത്. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഏത് കാലത്തും നമുക്ക് നിലനിർത്താൻ കഴിയാന്നുള്ളത് നമ്മളെ ഒരു സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ട് നമുക്ക് അതിനൊക്കെയുള്ളൊരു സന്ദർഭം ഉണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോൾ പല ബാച്ച് സ്കൂളുകളും കോളേജസൊക്കെ അവരുടേതായിട്ടുള്ള ആ ഒരു സെലിബ്രേഷൻ വെച്ച് ഒരുമിച്ച് എല്ലാവരും കൂടുന്നതും അതുപോലെ കാണുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ 3 പേര് വിക്ടോറിയ കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. ലെക്സി എന്ന് പറഞ്ഞ വേറെ ആൾ അവരുടെ അടുത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ലെക്സി സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. അതുപോലെ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടി ഒരു റൂമിൽ 2 വർഷത്തോളം ഒരുമിച്ച് താമസിച്ച് 3 ഭാഗത്തേക്കായി. വേറൊരു പെൺകുട്ടി കൂടി ഉണ്ട്, സദ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ എന്താണ് പറയുക, കമ്പനി അടിച്ച് നടന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വീണ്ടും ഞങ്ങളത് ഒന്നിച്ചു. ഇതേ ആൾക്ക് 4 കുട്ടികളുണ്ട്. അത് ചെറിയ മോനാണ്, അത് എൻ്റെ വലിയ മോനാണിത്. അവർ രണ്ടുപേരും ഞങ്ങളെ പിന്നാലെ ഞങ്ങളെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നത് അവർക്ക് താല്പര്യപ്പെടാതെ പോകുന്നു. ഞങ്ങളിങ്ങനെ ഫ്രീ ബേഡുകളായിട്ട് പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ സമ്മതിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി അടുത്ത വിശേഷമായിട്ട് പിന്നീട് വരാം. ലെക്സിയുടെ വീട്ടിലേക്ക് പോയതിന് ശേഷം ബാക്കി. ഓക്കെ, താങ്ക് യു. ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെയൊന്നല്ല കേട്ടോ. ഇതെന്താ മുതൽ ആള് ഭയങ്കര ഡീസൻ്റ് ആയിട്ട് ഇരുന്ന് കാണിക്കണാണ്. ഭയങ്കര ഡീസൻ്റാണത്. അങ്ങനതല്ല ഇപ്പം ഇങ്ങോട്ട് നാവ് വായൽക്ക് ഇട്ടിട്ടുള്ളൂ. ഇതുവരെ കലബില എന്ന് പറയായിരുന്നു. എന്താണ് കുട്ടി പറയാനുള്ളത്? താങ്കൾ എൻജോയ് ആണല്ലേ? നല്ല ക്ലൈമറ്റ് അല്ലേ? ഇപ്പോഴും യങ്ങായിട്ടിരിക്കുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു രഹസ്യം എന്താണെന്ന് പറയൂ? ആണോ? അപ്പോൾ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബൈ.